മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 മാർച്ച് 8 ശനി. ബാബരി പള്ളിക്കും ഗ്യാൻവ്യാപിക്കും ശേഷം യുപിയിലെ സമ്പൽ ഷാഹി ജമാ മസ്ജിദിനെ തർക്കമന്ദിരമായി അംഗീകരിച്ച അലഹബാദ് ഹൈക്കോടതിയുടെ നടപടിയെക്കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. ഒരു മസ്ജിദ് തർക്കമന്ദിരമാകും വിധം. ഇന്ത്യയിൽ ചരിത്രപ്രധാനമായ ഒരു മസ്ജിദ് കൂടി തർക്കമന്ദിരമായി മാറുകയാണ്. 500-ാം ആണ്ടിലേക്ക് പ്രവേശിക്കുന്ന യുപിയിലെ സമ്പൽ ഷാഹി ജമാ മസ്ജിദിനെയാണ് ബാബരി പള്ളിക്കും ഗ്യാൻവ്യാപിക്കും ശേഷം തർക്കമന്ദിരമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1526-ൽ ആദ്യ മുഗൾ ചക്രവർത്തി ബാബർ നിർമ്മിച്ചതാണ് ഷാഹി ജമാ മസ്ജിദ്. 5 വർഷം മുമ്പ് വരെ ആ ചരിത്ര വസ്തുതയിൽ ആരും സംശയം പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ ബാബരി ഭൂമിയിൽ രാമക്ഷേത്രം പണിയാൻ അനുവദിച്ച് 2019-ൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചതോടെ കേന്ദ്രത്തിലെ ഹിന്ദുത്വ ഭരണകൂടത്തിന്റെ തണലിൽ ചില വ്യക്തികളും പ്രസ്ഥാനങ്ങളും ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്കും ഭൂമിക്കുമേൽ അവകാശവാദവുമായി രംഗത്ത് വരികയായിരുന്നു. അങ്ങനെയാണ് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം യുപിയിലെ ഗ്യാൻവ്യാപി മസ്ജിദ് തർക്കമന്ദിരമായത്. അതിന്റെ തുടർച്ചയിലാണ് സമ്പലിലും ഹിന്ദുത്വവാദികൾ അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചത്. ഹരിഹർ മന്ദിർ എന്ന ക്ഷേത്രം തകർത്താണ് ബാബർ സമ്പലിൽ ഷാഹി ജമാ മസ്ജിദ് നിർമ്മിച്ചത് എന്ന് അവകാശപ്പെട്ട് അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിൻ എന്ന അഭിഭാഷകൻ മുഖേന വിഷ്ണു ശങ്കർ എന്നയാൾ പ്രാദേശിക കോടതിയെ സമീപിച്ചതോടെയാണ് പുതിയൊരു വ്യവഹാരത്തിന് തുടക്കമാവുന്നത്. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അഥവാ ASI ഉദ്യോഗസ്ഥർ മസ്ജിദിൽ പോലീസ് സന്നാഹത്തോടെ സർവേക്കെത്തിയതോടെ സ്ഥിതി സംഘർഷഭരിതമായി. പ്രതിഷേധിച്ചവർക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ട് തൽക്കാലത്തേക്ക് പ്രാദേശിക കോടതിയുടെ നടപടികൾ നിർത്തിവെപ്പിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് അല്പമെങ്കിലും ശമനമായത്. ഇപ്പോഴത്തെ അലഹബാദ് ഹൈക്കോടതി ഷാഹി മസ്ജിദിനെ തർക്കമന്ദിരമെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. മസ്ജിദ് ശുചീകരണവുമായി ബന്ധപ്പെട്ടൊരു നിയമ നടപടിയിലാണ് നീതിപീഠത്തിന്റെ വിചിത്ര തീരുമാനം. പള്ളി ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ട് മസ്ജിദ് കമ്മിറ്റിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആവശ്യം പരിഗണിച്ച കോടതി ഫെബ്രുവരി 28-ന് അതിന്റെ ചുമതല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഏൽപ്പിച്ചു. ഈ വിഷയത്തിൽ മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം പരിഗണിക്കരുത് എന്ന വാദവുമായി അഡ്വക്കേറ്റ് ഹരിശങ്കർ ജെയിനും സംഘവും കോടതിയിലെത്തി. ഷാഹി മസ്ജിദിനെ മസ്ജിദ് എന്ന് രേഖപ്പെടുത്തരുത് എന്നായിരുന്നു എതിർപക്ഷത്തിന്റെ പ്രധാന വാദങ്ങളിൽ ഒന്ന്. പകരം കേസ് രേഖകളിലെല്ലാം തർക്കമന്ദിരം എന്നെഴുതണം. കേസ് പരിഗണിച്ച ജഡ്ജി ഈ ആവശ്യം പരിഗണിക്കുക മാത്രമല്ല, ഇനി മുതൽ കേസ് രേഖകളിലും മറ്റും മസ്ജിദ് എന്നതിന് പകരമായി തർക്കമന്ദിരമെന്ന് രേഖപ്പെടുത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബാബരി മസ്ജിദ് കേസിൽ സംഭവിച്ചതിൻ്റെ തനിയാവർത്തനമെന്ന് ഈ നടപടിയെ നിരീക്ഷിക്കാം. ഇനി മുതൽ നിയമവ്യവഹാരങ്ങളിലും ഔദ്യോഗിക രേഖകളിലുമെല്ലാം ഷാഹി മസ്ജിദ് എന്ന പ്രയോഗം പോലും ഉണ്ടാവില്ല. പകരം അത് രാജ്യത്തെ 2 മതവിഭാഗങ്ങൾ ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു വ്യവഹാര ഭൂമിയും കെട്ടിടവും മാത്രമായിരിക്കും. ഭാവിയിൽ നമ്മുടെ ചരിത്രവും ചരിത്രകാരന്മാരും അതുതന്നെ രേഖപ്പെടുത്തുന്നതോടെ മുഗൾ കാലഘട്ടത്തിന്റെ വലിയൊരു സ്മാരകം തന്നെയും പിഴുതുമാറ്റപ്പെടും. അലഹബാദ് ഹൈക്കോടതിയുടെ ഈ നടപടിയിലൂടെ ഷാഹി മസ്ജിദിന്റെയും ഭാവി എന്തായിരിക്കുമെന്നതിന്റെ സൂചന കൃത്യമായി തന്നെയുണ്ട്. ആരാധനാലയ നിയമത്തിന്റെ സാധുത സംബന്ധിച്ച് കഴിഞ്ഞ ഡിസംബറിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർണായകമായ ഉത്തരവിനെ തുടർന്ന് ഷാഹി മസ്ജിദ് അടക്കമുള്ള വിഷയങ്ങൾ ഒരൽപ്പം കെട്ടടങ്ങിയിരിക്കുകയായിരുന്നു. ഗ്യാൻവാപി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ്, സമ്പൽ ഷാഹി ജുമാ മസ്ജിദ്, രാജസ്ഥാനിലെ അജ്മീർ ദർഗ തുടങ്ങിയ ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് BJP നേതാക്കളും മറ്റ് ഹിന്ദുത്വവാദികളും രാജ്യത്തിന്റെ വിവിധ കോടതികളിലായി നിരവധി ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. ആരാധനാലയ നിയമത്തിന്റെ സാധുത പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കും വരെ കേസുകളിൽ തുടർ നടപടികൾ ഉണ്ടാവരുത് എന്നായിരുന്നു സുപ്രീം കോടതി വിധിച്ചത്. ഇതോടെ തൽക്കാലത്തേക്കെങ്കിലും വ്യവഹാരങ്ങൾ നിർത്തിവെക്കാൻ ഹിന്ദുത്വവാദികൾ സന്നദ്ധരാകേണ്ടി വന്നു. അയോധ്യ പ്രക്ഷോഭകാലത്ത് പ്രഖ്യാപിച്ച ഏതാനും ആരാധനാലയങ്ങളുടെ മേൽ അവകാശവാദം ഉന്നയിക്കുക മാത്രമല്ല കേന്ദ്രഭരണത്തിന്റെ തണലിൽ ഹിന്ദുത്വവാദികൾ ചെയ്തു പോന്നത്, മറിച്ച് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് സുരക്ഷ പ്രദാനം ചെയ്യുന്ന ആരാധനാലയ നിയമത്തിന്റെ പ്രസക്തി വരെ ചോദ്യം ചെയ്യുകയായിരുന്നു അവർ. ഈ സാഹചര്യത്തിലാണ് പരമോന്നത നീതിപീഠത്തിന് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത്. അപ്പോഴും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അലഹബാദ് ഹൈക്കോടതിയുടെ നടപടികൾ വ്യക്തമാക്കുന്നത്. നീതിപീഠങ്ങൾ പിന്നെയും ഗ്യാൻവാപിക്കും ബാബരിക്കുമെല്ലാം സാക്ഷിയാവുകയാണ്. ഒരു സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ മതപരമായ സ്വഭാവം പരിശോധിക്കുന്നതിനെ ആരാധനാലയ നിയമം ചോദ്യം ചെയ്യുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്നത്തെ സുപ്രീം കോടതി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഗ്യാൻവാപിയിൽ സർവേക്ക് അനുമതി നൽകിയത്. ഗ്യാൻവാപിയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് നാം കണ്ടു. മസ്ജിദിന് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്നായിരുന്നു ASI റിപ്പോർട്ട്. വാരണാസി ജില്ലാ കോടതി ഗ്യാൻവാപിയിൽ പൂജയ്ക്ക് അനുമതി നൽകുകയും ചെയ്തു. സമാന വഴികളുടെ സൂചന തന്നെയാണ് ഇപ്പോൾ സമ്പലിലും. സുപ്രീം കോടതിയുടെ താൽക്കാലിക കടിഞ്ഞാണുണ്ടെങ്കിലും അതിന് ASI വഴി മറികടക്കാനുള്ള സർവ്വതന്ത്രങ്ങളും ഹൈക്കോടതിയിൽ ഹിന്ദുത്വർ പയറ്റുന്നുണ്ട്. അതിന്റെ ആദ്യ കടമ്പ അവർ വിജയകരമായി പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ സമ്പൽ ഒരു തർക്കഭൂമിയും തർക്കമന്ദിരവുമാണ്. ബാബരിയിൽ എന്ന പോലെ ഗ്യാൻവാപിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ സമ്പലിൽ അവകാശവാദം സ്ഥാപിക്കാൻ അവർക്ക് ഇനി അധികകാലം വേണ്ടിവരില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.